അപ്രതീക്ഷിത ലാൻഡിംഗ് നടത്തി വളരെ വേഗം പ്രചാരണ രംഗത്ത് മുന്നേറിയ സ്ഥാനാർത്ഥിയാണ് എറണാകുളത്തെ KJ ഷൈൻ. ടീച്ചർ, ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്നു, കാണാത്ത ആളുകളെ കാണുന്നു, സ്ഥാപനങ്ങളിൽ പോകുന്നു, അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. ഈ കലാശക്കൊട്ട് കഴിഞ്ഞപ്പോൾ, പരസ്യ പ്രചാരണത്തിൻ്റെ സമയം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പ്രചാരണ രംഗം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായി എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല ക്യാമ്പയിൻ. എനിക്കിഷ്ടമുള്ളൊരു പ്രവർത്തനം കൂടിയാണ് ജനങ്ങളുമായി ഇടചേർന്ന് പ്രവർത്തിക്കുക, അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ ഒരു സങ്കടമുണ്ട്, ഇതിപ്പോൾ തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലം വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മറക്കും. അതുപോലെ തന്നെ ടീച്ചറെ, ഒരു രാഷ്ട്രീയം കൂടെ ചോദിക്കുകയാണ്. ഇന്നലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എത്തി സഭാ നേതൃത്വത്തെ കാണുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നും തോന്നുന്നുണ്ടോ? ശരിയല്ല. ഭരണഘടനാപരമായി ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന, ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആളുകളാണ് ഗവർണർമാർ. അവരത് ആ കാര്യത്തിൽ ചെയ്യരുത് എന്നുള്ള ഇത് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും, കേരളത്തിലൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത്, ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന ഗവൺമെൻറ്, ജനങ്ങളുടെ എല്ലാ അനുവാദവുമുള്ള ഒരു ഗവൺമെൻറ്, കൺസെൻ്റ് ഉള്ളൊരു ഗവൺമെൻറ്റിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഭരണഘടനയുടെ പിൻബലത്തിൽ മാത്രമാണ് അവർ നിൽക്കുന്നത്. ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന ഗവൺമെൻറ്റിനെ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ അനുവദിക്കാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ വന്ന് സഭാ നേതൃത്വത്തെയൊക്കെ കാണുമ്പോൾ വോട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ജനങ്ങൾ അവരനുഭവിക്കുകയാണല്ലോ, അവർ കാണുന്നു. ഒരു പക്ഷേ നമ്മൾ ഗുജറാത്തിലല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ പേര് ഇവിടെ ജീവിച്ചിരിക്കുന്നു, സ്ത്രീകളടക്കം. മണിപ്പൂരിലല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ബലാത്കാരം ചെയ്യപ്പെടാതെ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നു. ടീച്ചർ, അതുപോലെ കവിത ശകലങ്ങൾ ചേർത്തുള്ള ടീച്ചറുടെ പ്രസംഗമൊക്കെ വളരെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. ഈ സന്ദർഭത്തിന് ചേരുന്ന 2 വരി കവിതയെന്ന് ചൊല്ലാമോ? കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും അകക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. ഈ ജാഗ്രത ആദരണീയരായ ബഹുമാന്യരായ വോട്ടർമാർ കാണിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ അവസാന നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ അവസാന മണിക്കൂറുകളും വോട്ടായി മാറ്റാനുള്ള തീവ്ര ശ്രമമാണ് എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.